നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആലപ്പുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിലുള്ള മെഗാ ക്ലീനിങ്ങിന് തുടക്കമായി. നഗരസഭാ പരിധിയിലെ 52 വാർഡുകളിലായി 600 കേന്ദ്രങ്ങളിലാണ് ശുചീകരണ യജ്ഞം നടത്തിയത്. ആലപ്പുഴ ശതാബ്ദി മന്ദിരാങ്കണത്തിൽ നടത്തിയ ശുചീകരണ യജ്ഞം HSLML ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. ഗ്രാമിന് 50 രൂപയും പവന് 400 രൂപയും കൂടി ഒരു പവൻ സ്വർണത്തിന് 55,120 രൂപ എന്ന റെക്കോർഡ് വിലയിലേക്കാണ് സ്വർണ്ണവില ഉയർന്നത്. സ്വർണ്ണവിലയോടൊപ്പം GST, പണിക്കൂലി, HUID ചാർജ് കൂടി കൂട്ടുന്നതോടെ ഏകദേശം 60,000 രൂപയോളമാകും ഉപഭോക്താവ് ഒരു പവൻ സ്വർണത്തിന് ഇനി നൽകേണ്ടി വരിക. അരൂരിൽ കഞ്ചാവ് മിഠായിയുമായി 2 UP സ്വദേശികൾ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി. സ്കൂൾ കുട്ടികളെ ലക്ഷ്യം വെച്ച് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 2000-ഓളം കഞ്ചാവ് മിഠായികളും കഞ്ചാവും 10 കിലോയോളം ഹാൻഡ്സ് ഉൾപ്പെടെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. UP സ്വദേശികളായ രാഹുൽ സരോജ്, ബന്ധുവും സുഹൃത്തുമായ സന്തോഷ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. സംസ്ഥാനത്ത് തിങ്കളാഴ്ചയും അതിതീവ്ര മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴയടക്കം 4 ജില്ലകളിലെ റെഡ് അലർട്ട് തുടരും. വസ്തുക്കച്ചവട രംഗത്ത് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവരുടെ സംഘടനയായ കേരള ലാൻഡ് കമ്മീഷൻ ഏജന്റ്സ് അസോസിയേഷനും കേരള ലാൻഡ് കമ്മീഷൻ ആൻഡ് മോട്ടോർ ഏജന്റ്സ് അസോസിയേഷനും തമ്മിലാണ് ലയനം. വാർത്തകൾ വിശദമായി. ആലപ്പുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിലുള്ള മെഗാ ക്ലീനിങ്ങിന് തുടക്കമായി. നഗരസഭാ പരിധിയിലെ 52 വാർഡുകളിലായി 600 കേന്ദ്രങ്ങളിലാണ് ശുചീകരണ യജ്ഞം നടത്തിയത്. ആലപ്പുഴ ശതാബ്ദി മന്ദിരാങ്കണത്തിൽ നടത്തിയ ശുചീകരണ യജ്ഞം അമ്പലപ്പുഴ MLA HSLM ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരസഭ മഴക്കാലപൂർവ്വ മെഗാ ക്ലീനിങ്ങിന് തുടക്കമായി. നഗരസഭാ പരിധിയിലെ 52 വാർഡുകളിലായി 600 കേന്ദ്രങ്ങളിലാണ് ശുചീകരണ യജ്ഞം നടത്തിയത്. ആലപ്പുഴ ശതാബ്ദി മന്ദിരത്തിന് സമീപം നടത്തിയ ശുചീകരണം അമ്പലപ്പുഴ MLA HSLM ഉദ്ഘാടനം ചെയ്തു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ഏറ്റവും ജനകീയമായി ശുചീകരണ തൊഴിലാളികളും വിവിധ സംഘടനകളുടെ പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ടാണ് ആലപ്പുഴ നഗരസഭ മാതൃകാപരമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ആലപ്പുഴ നഗരസഭയുടെ പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ശുചിത്വ മേഖലയിലെ പ്രവർത്തനം തന്നെയാണ്. രാജ്യാന്തരമായ തന്നെ അംഗീകാരം പല പ്രാവശ്യം നേടുവാൻ ആലപ്പുഴ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഈ നഗരത്തെ ശുചീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഏറ്റവും പ്രധാന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചതിന്റെ കൂടി ഭാഗമായിട്ടാണ്. ഒരു കാലത്ത് ആലപ്പുഴ നഗരം ചീഞ്ഞിനാടൻ നഗരമായി നമുക്കെല്ലാം പ്രയാസകരമായ അന്തരീക്ഷം ഉണ്ടായിരുന്ന ഒരു നഗരമാണ്. ആലപ്പുഴ നഗരത്തിലെ പല പ്രധാന ജംഗ്ഷൻ നോക്കിയാലും മാലിന്യം വലിച്ചെറിയുന്ന കേന്ദ്രമായിരുന്നു ആലപ്പുഴ. എന്നാൽ ഇന്ന് ഏറെ വർഷത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആ വലിച്ചെറിയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി ശാസ്ത്രീയമായി മാലിന്യം സംസ്കരിക്കുന്ന നഗരമായി ആലപ്പുഴ നഗരത്തെ മാറ്റി തീർക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ AS കവിത, MR പ്രേം, നസീർ പുന്നക്കൽ, MG സതീദേവി, R വിനീത, കൗൺസിലർമാരായ സലീം മുല്ലാത്ത്, B അജേഷ്, B നസീർ, B മെഹബൂബ്, ക്ലാരമ്മ പീറ്റർ, സിമി ഷാഫി ഖാൻ, നഗരസഭാ സെക്രട്ടറി AM മുംതാസ്, ഹെൽത്ത് ഓഫീസർ KP വർഗീസ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ B മനോജ് കുമാർ, BA ശ്യാംകുമാർ, MG ഷാ, ശങ്കർമണി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ, തൊഴിലാളികൾ, വിവിധ ക്ലബ്ബുകൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, ആശാവർക്കർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, അംഗൻവാടി ആശാപ്രവർത്തകർ, യുവജന സംഘടനാ പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി സംഘടനകൾ, NSS വോളണ്ടിയർമാർ, തൊഴിലാളി സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, സ്വയം സഹായ സംഘങ്ങൾ എന്നിവർ ശുചീകരണത്തിൽ പങ്കാളികളായി. കൊതുക് ഉറവിട നശീകരണം, നീർച്ചാലുകളിലെ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കൽ, ഹോട്ട്സ്പോട്ടുകൾ നീക്കം ചെയ്യൽ, കിണറുകളുടെ ക്ലോറിനേഷൻ തുടങ്ങിയവയും ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തി. ശുചീകരണ കേന്ദ്രങ്ങളിൽ തന്നെ പ്ലാസ്റ്റിക് അടക്കമുള്ള അജൈവ മാലിന്യങ്ങൾ ചാക്കുകളിൽ ശേഖരിച്ച് നഗരസഭ MCAF-കളിലേക്ക് നീക്കം ചെയ്തു. ജൈവ മാലിന്യങ്ങൾ സാധ്യമായവ എയറോബിക് യൂണിറ്റുകളിലേക്കും മാറ്റുന്ന പ്രവർത്തനവും നടത്തിയിരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. ഗ്രാമിന് 50 രൂപയും പവന് 400 രൂപയും കൂടി ഒരു പവൻ സ്വർണത്തിന് 55,120 രൂപ എന്ന റെക്കോർഡ് വിലയിലേക്കാണ് സ്വർണ്ണവില ഉയർന്നത്. സ്വർണ്ണവിലയോടൊപ്പം GST, പണിക്കൂലി, HUID ചാർജ് കൂടി കൂട്ടുന്നതോടെ 60,000 രൂപയോളമാകും ഉപഭോക്താവിന് ഒരു പവൻ സ്വർണ്ണാഭരണത്തിന് നൽകേണ്ടി വരിക. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് സ്വർണ്ണവില പുതിയ റെക്കോർഡിലേക്ക് കുതിക്കുകയാണ്. ഓരോ ദിവസവും റെക്കോർഡുകൾ ഭേദിച്ചാണ് സ്വർണ്ണവിലയുടെ മുന്നേറ്റം. തിങ്കളാഴ്ച ഗ്രാമിന് 50 രൂപയും
പവന് 400 രൂപയും വർദ്ധിച്ച് 55,120 രൂപയെന്ന പുതിയ റെക്കോർഡാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിലും വിലയിൽ വൻ വർധനവുണ്ടാകാനാണ് സാഹചര്യമെന്ന് ഈ മേഖലയിലെ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു. സ്വർണ്ണവിലയിൽ ഇനിയങ്ങോട്ട് വലിയ തോതിലുള്ള വിലയിടിവ് പ്രതീക്ഷിക്കേണ്ടതല്ല എന്നും വിദഗ്ധർ പറയുന്നു. നിരവധി ഘടകങ്ങളാണ് സ്വർണ്ണവില കുത്തനെ ഉയരാൻ കാരണം. ആഗോള വിപണിയിലുണ്ടാകുന്ന നേരിയ ചലനം പോലും സ്വർണ്ണ വിപണിയെ സാരമായി ബാധിക്കുന്നുണ്ട്. എത്ര വില കൂടിയ ഘട്ടത്തിലും സ്വർണം വാങ്ങിയാലും നഷ്ടമാകില്ല എന്നതാണ് സ്വർണത്തിൻ്റെ പ്രത്യേകത. തുടർച്ചയായി വില ഉയരാൻ സാധ്യതയുള്ള ലോകമായതിനാൽ തന്നെ സ്വർണം വാങ്ങിക്കൂട്ടുന്നവരുടെ എണ്ണം കൂടിയതും സ്വർണ്ണവിലയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. 2000-ൽ കേവലം 5000 രൂപയിൽ താഴെയായിരുന്നു ഒരു പവൻ സ്വർണത്തിൻ്റെ വില. 2008-ലെ അമേരിക്കൻ സാമ്പത്തിക മാന്ദ്യകാലത്ത് വില കുതിക്കാൻ തുടങ്ങി. 2020-ലെ കൊറോണ വ്യാപന ഘട്ടത്തിൽ സ്വർണ്ണവില റോക്കറ്റ് പോലെ കുതിച്ചുകയറി. 2024 ആയപ്പോഴേക്കും 10 മടങ്ങാണ് സ്വർണ്ണവില വർദ്ധിച്ചത്. ഇപ്പോഴുള്ള വിലയും മറികടന്ന് പുതിയ റെക്കോർഡിലേക്ക് ഉയരുമെന്ന് തന്നെയാണ് വിപണി നിരീക്ഷകരും പറയുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണത്തിന് ആവശ്യക്കാർ ഏറി വരുന്നതും സ്വർണ്ണവില കുത്തനെ കൂടാനുള്ള മറ്റൊരു കാരണമാണ്. എന്തുതന്നെ ആയാലും ഉപഭോക്താവിന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ സ്വർണ്ണവിലയോടൊപ്പം GST, പണിക്കൂലി, HUID ചാർജ് ഉൾപ്പെടെ 60,000 രൂപയോളം നൽകേണ്ടി വരും. അത്തരത്തിൽ സ്വർണം ഉപഭോക്താവിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്നതോടൊപ്പം നെഞ്ചെടുപ്പ് കൂടി കൂട്ടുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. അരൂരിൽ കഞ്ചാവ് മിഠായുമായി 2 UP സ്വദേശികൾ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി. സ്കൂൾ കുട്ടികളെ ലക്ഷ്യം വെച്ച് വിപണിയിലേക്ക് സൂക്ഷിച്ച 2000-ഓളം കഞ്ചാവ് മിഠായികളും കഞ്ചാവും 10 കിലോയോളം ഹാൻഡ്സ് ഉൾപ്പെടെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. UP സ്വദേശികളായ രാഹുൽ സരോജ്, ബന്ധുവും സുഹൃത്തുമായ സന്തോഷ് കുമാർ എന്നിവരെയാണ് പിടിച്ചത്. കഞ്ചാവ് മിഠായിയുമായി 2 UP സ്വദേശികൾ അറസ്റ്റിലായി. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ചേർത്തല അരൂർ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ സ്കൂൾ കുട്ടികളെ ലക്ഷ്യം വെച്ച് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചു വെച്ച 2000-ലധികം കഞ്ചാവ് മിഠായികളും കഞ്ചാവും 10 കിലോയോളം ഹാൻഡ്സ് ഉൾപ്പെടെയുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 ഉത്തർപ്രദേശ് സ്വദേശികളെയാണ് ചേർത്തല എക്സൈസ് സംഘം പിടികൂടിയത്. ഉത്തർപ്രദേശിലെ ശാന്ത് രവീന്ദ്രദാസ് നഗർ ജില്ലയിൽ രാഹുൽ സരോജ്, ബന്ധുവും സുഹൃത്തുമായ സന്തോഷ് കുമാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്ത് കേസെടുത്തത്. ചേർത്തല എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ TP സജീവ് കുമാർ, പ്രിവന്റീവ് ഓഫീസർ PT ഷാജി, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് P അനിലാൽ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സാജിൻ ജോസഫ്, മോബി വർഗീസ്, KU മഹേഷ്, ഡ്രൈവർ രജിത് കുമാർ എന്നിവരും എക്സൈസ് സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് തിങ്കളാഴ്ച അതിതീവ്ര മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴയടക്കം 4 ജില്ലകളിൽ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് തിങ്കളാഴ്ചയും അതിതീവ്ര മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴയടക്കം 4 ജില്ലകളിൽ റെഡ് അലേർട്ട് തുടരും. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായ മഴയോടൊപ്പം കാറ്റും കടൽക്ഷോഭവും ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കർശന നിർദ്ദേശമുണ്ട്. കാലവർഷം ആൻഡമാൻ തീരത്ത് എത്തിയതോടെയാണ് അതിതീവ്ര മഴയ്ക്ക് കാരണമായത്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് മലയോര മേഖലകളിൽ അതീവ ജാഗ്രത വേണമെന്നും ബുധനാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കുമെന്നും പിന്നീടത് തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. വസ്തു കച്ചവട രംഗത്ത് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവരുടെ സംഘടനയായ കേരള ലാൻഡ് കമ്മീഷൻ ഏജന്റ്സ് അസോസിയേഷനും കേരള ലാൻഡ് കമ്മീഷൻ ആൻഡ് മോട്ടോർ ഏജന്റ്സ് അസോസിയേഷനും തമ്മിൽ ലയിച്ചു. വസ്തു കച്ചവട രംഗത്ത് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവരുടെ സംഘടനയായ കേരള ലാൻഡ് കമ്മീഷൻ ഏജന്റ്സ് അസോസിയേഷൻ വസ്തുവാഹന കച്ചവട രംഗത്തെ ഇടനിലക്കാരുടെ സംഘടനയായ കേരള ലാൻഡ് കമ്മീഷൻ ആൻഡ് മോട്ടോർ ഏജന്റ്സ് അസോസിയേഷൻ എന്ന സംഘടനയിൽ ലയിച്ചു. ആലപ്പുഴയിൽ നടന്ന ലയന സമ്മേളനത്തിൽ സംസ്ഥാന ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. വസ്തു വാഹന കച്ചവടം പ്രോത്സാഹിപ്പിക്കുന്നതിന് നിയമങ്ങൾ പരിഷ്കരിക്കണമെന്ന് ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ യോഗം ആവശ്യപ്പെട്ടു. വസ്തു കച്ചവട രംഗത്ത് ഈ തൊഴിലാളികൾ അനുഭവിക്കുന്ന കുറേ വിഷമങ്ങൾ നമ്മളിവിടെ അവതരിപ്പിക്കുകയാണ്. ഫെയർ വാല്യൂ നിശ്ചയിച്ചിരിക്കുന്നത്, അശാസ്ത്രീയമായ ഫെയർ വാല്യൂ നിശ്ചയിച്ചിരിക്കുന്നത് വളരെയേറെ ഈ ഫീൽഡിൽ ഏജൻറ്റുമാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഭൂമിയുടെ താരിഫ് വില നിശ്ചയിക്കുമ്പോൾ രജിസ്റ്റേർഡ് യൂണിയൻ്റെ ഏജൻറ്റുമാരെ അതാത് പ്രദേശത്ത് ഉൾപ്പെടുത്തണമെന്ന് യൂണിയൻ ആവശ്യപ്പെടുകയാണ്.
ഏജന്റുമാർക്ക് സർക്കാർ അംഗീകരിക്കുന്ന ഐഡന്റിറ്റി കാർഡ് നൽകണം. കമ്മീഷൻ്റെ വിഹിതത്തിലെ ഇത്ര ശതമാനം ഗവൺമെൻറ്റിന് ടാക്സ്. ഇതിനായി വർദ്ധിപ്പിച്ച സ്റ്റാമ്പ് ഡ്യൂട്ടി ഉൾപ്പെടെയുള്ളവ പിൻവലിക്കണം. തൊഴിലാളികൾക്ക് ക്ഷേമനിധിയും പെൻഷനും ലേബർ കാർഡും നൽകണം. ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാന ഭാരവാഹിയായ TS കൃഷ്ണകുമാർ, ജോസ് ചിറ്റടിയിൽ, രവി ആണ്ടോളിൽ, ജോയി ചാലക്കുടി, ജോസ് ജോസഫ്, അബ്ദുൽ ഗഫൂർ, MM സെയ്ദ്, പങ്കജാക്ഷൻ, പ്രവീൺ, അലി ഷിജു, അബ്ദുക്കുട്ടി, M ശിവരാമൻ തുടങ്ങിയവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. കാലവർഷം എത്തുന്നതിന് മുൻപ് ആലപ്പുഴ, എറണാകുളം ജില്ലകളുടെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുള്ള സ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുക എന്ന ആവശ്യമുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ ആലപ്പുഴ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കളക്ട്രേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കാലവർഷം എത്തുന്നതിന് മുൻപ് ആലപ്പുഴ, എറണാകുളം ജില്ലകളുടെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുള്ള സ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കുക, മത്സ്യദൗർബല്യത്തെ തുടർന്ന് പട്ടിണിയിലായ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് KLCA ആലപ്പുഴ രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ രൂപതാ വികാരി ജനറൽ മോൺസിനോർ ജോയി പുത്തൻ വീട്ടിൽ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നിരന്തരം അനുഭവിച്ചുകൊണ്ടിരുന്ന, കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയും നീതിനിഷേധവും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും ഭരണാധികാരികളുടെ പ്രത്യേകമായ ഇടപെടൽ ഈ ജനത്തിന് വേണ്ടി ഉണ്ടാകണമെന്നുമൊക്കെ നിരന്തരം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകളാണ് KLCയും KLCWയും ഒക്കെ. അതുപോലെ തന്നെ KCYM, വിവിധ നമ്മുടെ പ്രവർത്തകരൊക്കെ. നിങ്ങളുടെ ഈ ഇടപെടലുകളെ പ്രത്യേകമായി ആലപ്പുഴ രൂപതയുടെ പേരിൽ, അതിൻ്റെ പിതാവിൻ്റെ പേരിൽ ശ്ലാഘിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മൾ ഇപ്രകാരം ഇടപെടുന്നുവെന്ന് ചോദിച്ചാൽ, നമുക്ക് ഏതാനും മാസങ്ങൾക്കുള്ളിൽ PG ജോൺ ബ്രിട്ടോ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. KS മനോജ്, ബിജു ജോസി, ക്ലീറ്റസ് കളത്തിൽ, സിസ്റ്റർ അമ്പി, തങ്കച്ചൻ തെക്കേപ്പാലക്കൽ, തോമസ് കണ്ടത്തിൽ, ഹെലൻ യൗദേവ്സ്, കുഞ്ഞുമോൻ ചേനപ്പറമ്പിൽ, ഉഷ പീറ്റർ, പ്രവീൺ ചാണിയിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിലുള്ള മെഗാ ക്ലീനിങ്ങിന് തുടക്കമായി. നഗരസഭാ പരിധിയിലെ 52 വാർഡുകളിലായി 600 കേന്ദ്രങ്ങളിലാണ് ശുചീകരണ യജ്ഞം നടത്തിയത്. ആലപ്പുഴ ശതാബ്ദി മന്ദിരാങ്കണത്തിൽ നടത്തിയ ശുചീകരണ യജ്ഞം HSLML ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. ഗ്രാമിന് 50 രൂപയും പവന് 400 രൂപയും കൂടി ഒരു പവൻ സ്വർണത്തിന് 55,120 രൂപ എന്ന റെക്കോർഡ് വിലയിലേക്കാണ് സ്വർണ്ണവില ഉയർന്നത്. സ്വർണ്ണവിലയോടൊപ്പം GST, പണിക്കൂലി, HUID ചാർജ് കൂടി കൂട്ടുന്നതോടെ ഏകദേശം 60,000 രൂപയോളമാകും ഉപഭോക്താവ് ഒരു പവൻ സ്വർണത്തിന് ഇനി നൽകേണ്ടി വരിക. അരൂരിൽ കഞ്ചാവ് മിഠായിയുമായി 2 UP സ്വദേശികൾ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി. സ്കൂൾ കുട്ടികളെ ലക്ഷ്യം വെച്ച് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 2000-ഓളം കഞ്ചാവ് മിഠായികളും കഞ്ചാവും 10 കിലോയോളം ഹാൻഡ്സ് ഉൾപ്പെടെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. UP സ്വദേശികളായ രാഹുൽ സരോജ്, ബന്ധുവും സുഹൃത്തുമായ സന്തോഷ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. സംസ്ഥാനത്ത് തിങ്കളാഴ്ചയും അതിതീവ്ര മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴയടക്കം 4 ജില്ലകളിലെ റെഡ് അലർട്ട് തുടരും. വസ്തുക്കച്ചവട രംഗത്ത് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവരുടെ സംഘടനയായ കേരള ലാൻഡ് കമ്മീഷൻ ഏജന്റ്സ് അസോസിയേഷനും കേരള ലാൻഡ് കമ്മീഷൻ ആൻഡ് മോട്ടോർ ഏജന്റ്സ് അസോസിയേഷനും തമ്മിലാണ് ലയനം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.